തിരുവനന്തപുരം ചെമ്മരുതി മുട്ടപ്പലം ബംഗ്ലാവ് മുക്ക് ഏരിയയിലെ 60ഓളം കുടുംബങ്ങളുടെ വെള്ളം കുടി മുട്ടിയിട്ട് വർഷങ്ങളായി. അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവുമാണ് പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന്. കിണർ വെള്ളത്തിൽ ആസിഡിന്റെ അംശം കലർന്നത് മൂലമാണ് ഇതുണ്ടാകുന്നതെന്നാണ് ജലവിഭവ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കിണർ വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. രാസവസ്തുവിന്റെ ഉറവിടം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാമെന്നും അതുവരെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാമെന്നുമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അധികൃതർ നൽകിയ ഉറപ്പ്. എന്നാൽ ഇത് പാഴ്വാക്കായതോടെ നാട്ടുകാർ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ പരാതി കൊടുത്തു. കളക്ടർ ഉത്തരവിട്ടു. ജനുവരി 1-ാം തീയതി കളക്ടർ ഉത്തരവിട്ട് ഞങ്ങൾക്ക് വെള്ളം തരണം, ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന്. ആരും അന്വേഷിച്ചില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നു. ഈ മാർച്ച് മാസത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നു. ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൽ എന്തോ തിരിമറി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന് പെർമിഷൻ പുതുക്കി കൊടുത്തതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കാൻ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട്. അതാണ് ഇന്നിവിടെ ഇൻസ്പെക്ഷൻ വന്നിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പ്രൈമറി ഹെൽത്ത് സെന്ററും നടത്തിയ പരിശോധനകളിൽ രാസവസ്തുക്കളുടെ ഉറവിടം സമീപത്തുള്ള സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ഇത് വ്യക്തി താൽപര്യപ്രകാരം ചിലർ പറഞ്ഞു പരത്തുന്നത് മാത്രമാണെന്നാണ് പ്രസ് മാനേജറുടെ നിലപാട്. ഇത് ലോകത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പ്രിന്റിംഗ് പ്രസിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പ്രോപ്പഗൻഡയുടെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ ജിത്ത് എന്ന് പറയുന്ന സാറിൻ്റെ തന്നെ നമ്മുടെ മുതലാളിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ആ പ്രോപ്പഗൻഡയുടെ അടിസ്ഥാനത്തിൽ അവൻ എങ്ങനെയെങ്കിലും ഈ 10-68 സ്റ്റാഫുകളുണ്ട്, അവന് ഇത് കൂട്ടിക്കണമെന്നുണ്ട്. അവൻ ഗൾഫിൽ എന്തോ അനധികൃതമായി കുറേ പൈസയും സമ്പാദിച്ചിട്ടുണ്ടെന്ന് ഇവിടെ വന്നിട്ട് നാട്ടുകാരെ കുറേ പറ്റിയിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രസ് തുടർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പത്രം പുതുക്കി നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്തടിസ്ഥാനത്തിലാണെന്ന് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.